പ്രൈമറി ബ്ലഡ് ടെസ്റ്റുകളിൽ ചില വേരിയേഷൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ECGയിലും ചില പ്രോബ്ലംസ് ഉണ്ട്. ഞങ്ങളുടെ കാർഡിയോളജി ടീമുമായി കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെയാണോ? അയ്യോ, എനിക്ക് വയ്യ. നീ പറ, എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? എന്റെ മോളെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇത് എത്ര നേരായി? പെട്ടെന്ന് പോവാം, ഇല്ലെങ്കിൽ മോള് പോവും. ഇനി ഒരുപാട് പോണോ? കുറച്ചുകൂടെ നടക്കാനുണ്ട്. ഞാനല്ലേ കൂടെ ഉള്ളത്, ധൈര്യമായിട്ട് വാ. മോളെ കാണിച്ചു തരുമല്ലോ. ഒന്ന് വന്നേ. അയ്യോ, എന്നെ വിട്. അയ്യോ, എനിക്ക് വയ്യ നടക്കാൻ. ഞാനില്ല, ഞാൻ ഇനി ഇവിടെ കുറച്ചേരം ഇരിക്കട്ടെ. അയ്യോ, ഇവിടെ ഇരുന്ന് താമസിക്കും. വേഗം ചെന്നില്ലെങ്കിലേ മോൾ അങ്ങ് പോവും. ആണോ? ആ, വാ എഴുന്നേറ്റോ. വീട് പിടിക്കടി. കുടിക്കാതിരി വെള്ളം കിട്ടുവോ? ആ, അതൊക്കെ പിന്നെ വാങ്ങിച്ചു തരാം. ഒന്ന് പെട്ടെന്ന് വാ. പെണ്ണെ, നീ എന്നെ എവിടെയാ കൊണ്ടുപോണേ? ഇവിടെ നിൽക്ക, ഞാൻ പറയാം. മോളെ കാണണമെങ്കിലേ ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്നാ? ഈ മാലയും വളയും ഒക്കെ ഇട്ടോണ്ട് അവിടെ ചെന്ന കേറ്റത്തില്ല. ആണോ? ആ, ഒരു കാര്യം ചെയ്യാം. ഈ വളയും മാലയൊക്കെ അഴിച്ച് എന്റെ കയ്യിൽ തന്നേക്ക്. എന്തിനാ? അത് ഞാൻ സൂക്ഷിച്ചോളാം. ആ, എന്നിട്ട് മോളെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ വളയും മാലയും തിരിച്ചു തരാം. എന്താ? അത് മതി, അത് മതി. എനിക്ക് എന്റെ മോളെ കണ്ടാ മതി. ഇതോ, ഇതാണ്. അയ്യോ, പിടിച്ചോ. ഇത് വേണോ? ഞാൻ വിളിച്ച. ഓ, മോളെ കാണാമല്ലോ അല്ലേ? പിന്നെ കണ്ണേ, കാണാം കാണാം. ഓ, ഊരാ വയ്യ. ഞാൻ ഊരി തരാം. കാണിക്കേ. നീ ഊരിക്കോ. ഇത് വേണോ? അതും ഊരി തരാം. മോളെ കാണിക്കണേ. അയ്യോ, എവിടെയാ എവിടെയാ എന്റെ മോൾ? എവിടെയാ? ഇങ്ങ് വാ. ദോ, അതിന്റെ അകത്താ നിങ്ങളുടെ മോള്. അതോ? ആ, പോയി മോളെ കണ്ടിട്ട് വാ. ഞാൻ ഇവിടെ തന്നെ നിക്കാം. ഇവിടെ തന്നെ കാണണേ. വരുമ്പോ എനിക്ക് വളയും മാലയൊക്കെ തന്നാ മതി. സൂക്ഷിച്ചാണേ. അയ്യോ, ഈ മോതിരമൊക്കെ സ്വർണ്ണ. അതും കൂടെ തന്നേക്ക്. വെച്ച ഞാൻ പോയിട്ട് വരട്ടെ. അവിടെ അല്ലേ? അവിടെ. ടെസ്റ്റിന്റെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. മോളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് മുഴുവൻ ഫാമിലിയോടും ഞങ്ങളിത് ബ്രീഫ് ചെയ്യുന്നത്. മോൾക്ക് ചില കാർഡിയാക് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ എല്ലാം കൺട്രോളിലാണ്, പ്രോബ്ലംസ് ഒന്നുമില്ല.
പ്രൈമറി ബ്ലഡ് ടെസ്റ്റുകളിൽ ചില വേരിയേഷൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ECGയിലും ചില പ്രോബ്ലംസ് ഉണ്ട്. ഞങ്ങളുടെ കാർഡിയോളജി ടീമുമായി കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഡോക്ടർ, ഇതൊരു സീരിയസ് ഇഷ്യൂ ആണോ? ഇപ്പൊ തന്നെ ഇത് കണ്ടുപിടിച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ സീനിയർ കാർഡിയോ സർജൻ ഡോക്ടർ രമേഷ് പിള്ള ഈവനിങ്ങിലെത്തും. അദ്ദേഹവുമായി ഡിസ്കസ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഡോക്ടർ, സോറി, യു മീൻ സർജറി എന്തെങ്കിലും? അതെല്ലാം ഡോക്ടർ രമേഷ് വന്നതിന് ശേഷം മാത്രമേ തീരുമാനിക്കൂ. ഡോക്ടർ രമേഷിന്റെ ഫൈനൽ ഡിസിഷൻ വരുന്നതുവരെ ICUവിൽ മോൾ ഒബ്സർവേഷനിലായിരിക്കും. അസുഖം ഒരു റിയാലിറ്റിയാണ്. ബന്ധുക്കളോട് ഞങ്ങൾ അത് മറച്ചു വയ്ക്കാറില്ല. സോ ധൈര്യമായിട്ടിരിക്കൂ. ഞങ്ങളുടെ മെഡിക്കൽ ടീം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ചേട്ടാ, ഒന്ന് വരൂ. അളിയും വിഷമിക്കാതെ. അവര് കാര്യം പറഞ്ഞെന്നല്ലേ ഉള്ളൂ, സർജറി വേണമെന്ന് പറഞ്ഞില്ലല്ലോ. ഇനി അഥവാ വേണ്ടി വന്നാൽ തന്നെ ഇതിനേക്കാൾ നല്ലൊരു ട്രീറ്റ്മെന്റ് നമുക്ക് വേറെ ഒരിടത്തും കിട്ടില്ല. അത്രയ്ക്ക് നല്ല ഹോസ്പിറ്റലാണ് ഇത്. അതല്ല രാജീവേ, എന്റെ മൂക്കും അവളുടെ അമ്മയെ പോലെ. ഡോക്ടർ പറഞ്ഞല്ലോ അസുഖം ഒരു റിയാലിറ്റി ആണെന്ന്. നമ്മൾ അതിനെ ഫേസ് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. ഈ പ്രായത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. ആളിയെ സമാധാനിട്ടിരിക്കെ. ഞങ്ങളൊക്കെ കൂടെ ഇല്ലേ, മോക്കൊന്നും വരില്ല. ദൈവം എന്നോട് വീണ്ടും എന്തിനാ ചതി ചെയ്യുന്നത്? അളിയ എങ്ങനെ വിഷമിച്ചാ ബാക്കി എല്ലാരും പാനിക്കാവും. കഷ്ടകാലം വരുമ്പോ പെരുമഴ പെയ്യുന്നവരാണല്ലോ രാജീവേ. ഈ ലോകത്ത് ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെ. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിലേ ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നോ? ഗൗരിമോളുടെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് സാധ്യത ഡോക്ടർ പറഞ്ഞല്ലോ. അളിയ, ഈ കാലം കടന്നുപോകും. നമ്മളെ ഗൗരിമോള് ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു വരും. അളിയ, ഞാൻ പോരാ. ഹലോ.